നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. പാതി ഉറക്കത്തിലാണ് ക്രിസ്റ്റി ഫോൺ എടുത്തത്. എന്നിട്ടും പാത്തുവിന്റെ ശബ്ദം കേട്ടതോടെ അവൻ കണ്ണുകൾ വലിച്ച് തുറന്നു. ചെവിയിൽ നിന്നും ഫോൺ എടുത്തിട്ട് സമയത്രയായും നോക്കി. 4 മണി കഴിഞ്ഞിട്ടേയുള്ളൂ. തൊട്ടരികിലേക്ക് അവനൊന്ന് വെറുതെ തിരിഞ്ഞു നോക്കി. ഫൈസി അപ്പോഴും ചുമരിൽ ചാരി ദൂരേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടതും അവൻ അമ്പരപ്പോടെ എഴുന്നേറ്റു. ഇച്ചാ. കാതിൽ വീണ്ടും പാത്തുവിന്റെ അക്ഷമയോടെയുള്ള വിളി. ഇച്ചാ. പാത്തു, 1 മിനിറ്റ്, ക്രിസ്റ്റി പതിയെ പറഞ്ഞു. ഡാ. ഫൈസിയുടെ കയ്യിലും തൊട്ട് വിളിച്ചപ്പോഴാണ് അവൻ സ്വഭാവത്തിലേക്ക് തിരികെ എത്തിയത്. നീ കിടന്നില്ലടാ? രാത്രിയിൽ അവൻ ഇരുന്ന പോലെ തന്നെയുള്ള ഇരിപ്പ് കണ്ടതും ക്രിസ്റ്റി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഉറക്കം വന്നില്ലടാ. ചെറിയൊരു മന്ദാസത്തോടെ ഫൈസി പറഞ്ഞു. എന്താടാ വയ്യ നിനക്ക്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ പോവാൻ. ക്രിസ്റ്റി അവനെ തോൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലടാ, എനിക്ക് ഉറക്കം വരാനിട്ടാ. അതും പറഞ്ഞിട്ട് ഫൈസി ഇരിക്കുന്നിടത്ത് കൈകുത്തി എഴുന്നേറ്റു. മുറ്റത്ത് അപ്പോഴും ഒരു ബൾബ് കത്തിക്കിടപ്പുണ്ട്. ഫൈസി അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് നോക്കിയാണ് ക്രിസ്റ്റി വീണ്ടും ഫോൺ കാതിൽ ചേർത്ത്. പാത്തുവോ? ചുമരിലേക്ക് ചാരിയുന്നോണ്ട് ക്രിസ്റ്റി വിളിച്ചു. ആ ഇച്ച, നിങ്ങൾ എവിടെയാ? അതുവരെയും കാത്തുന്നതിൻ്റെ ഒരു ക്ഷമയില്ലായ്മയുണ്ടായിരുന്നു അവളുടെ വാക്കുകൾക്ക്. ഞാൻ നാട്ടിലില്ലടാ, ഇപ്പോഴും ഇത്തിരി ദൂരെയാ. അതറിഞ്ഞ പോലെ ചെറിയൊരു ചിരിയോടെയാണ് ക്രിസ്റ്റി ഉത്തരം പറഞ്ഞത്. ദൂരെന്ന് പറയുമ്പോൾ രാജ്യം വിട്ടയച്ച? പാത്തുവിൻ്റെ കുറുമ്പുള്ള സ്വരം. പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റിയൊരു മൂഡിലായിരുന്നില്ല അവനെന്നത് അവൾ അറിഞ്ഞതുമില്ല. എന്തോന്നും മിണ്ടാത്തേ? അവൾ വീണ്ടും ചോദിച്ചു. ക്രിസ്റ്റി ഒന്ന് ശ്വാസമെടുത്തു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് പാത്തു. ശാന്തമായി അവൻ പറഞ്ഞു. എങ്കിലാ പറയിച്ച? അവളും ആകാംക്ഷയിലാണ്. അതിങ്ങനെ ഫോണിൽ കൂടി പറയേണ്ട കാര്യമില്ല എൻ്റെ പാത്തു. ആ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്റ്റി പറഞ്ഞു. പിന്നെ എപ്പോഴാണ് നമ്മളിനി കാണുന്നത്? ആ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം കൊടുക്കാൻ അവനായില്ല. പാതിരാത്രി വരെയും ഇന്നലെ മനസ്സിനെ പിടിച്ചുലച്ച ഒരു ചോദ്യം അതായിരുന്നു. മീര ഇനി ആരെ ഏൽപ്പിക്കുമെന്നുള്ളത്. തനിക്ക് അവിടെ നിൽക്കാനാവില്ല. അവൾക്കും തനിച്ച് പറ്റില്ല ഇവിടെ. വർക്കുള്ളിടത്തേക്ക് അവൾ ഒപ്പം കൂട്ടാനും കഴിയില്ല. എത്രയൊക്കെ ഓർത്തിട്ടും അറ്റമില്ലാത്ത ആ ചോദ്യത്തിന് അവസാനം എപ്പോഴും ഉറങ്ങിപ്പോവുകയായിരുന്നു. ഇച്ചാ. ഇപ്രാവശ്യം അല്പം ദേഷ്യം കലർത്തിയിട്ടുണ്ട് ആ വിളിയിൽ. സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാനാ ഞാൻ ഉറക്കം കളഞ്ഞിട്ട് ഈ നേരത്തെ വിളിച്ച്. എന്നിട്ടിപ്പോൾ മിണ്ടാനും വയ്യേ. പരിഭവം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം എങ്ങനെയെങ്കിലും നിനക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ക്രിസ്റ്റി പെട്ടെന്ന് ചോദിച്ചു. അവളെ കാണേണ്ട അത്യാവശ്യമാണ്. അവളോടെല്ലാം പറയണം. എന്തിനാ? പറ, ഇറങ്ങി വരാൻ പറ്റുമോ? അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഞാൻ ശ്രമിക്കാം. അവനെ ഒന്ന് കാണാൻ കുന്നോളം ആഗ്രഹമുള്ളിലുണ്ടായിട്ടും അവൾക്ക് ഉറപ്പ് പറയാനാവില്ലായിരുന്നു. റിസ്ക് എടുക്കരുത്. നിനക്ക് ഇറങ്ങി വരാൻ പറ്റിയ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഇന്നാൾ കണ്ട ആ തോട്ടിൻ്റെ കരയിലേക്ക് വാ, ഞാനവിടെ നിൽക്കാം. ക്രിസ്റ്റി പറഞ്ഞു. എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രം റിസ്ക് എടുക്കരുത് എടല്ലോ. അതേ ആഗ്രഹം എനിക്കുമുണ്ടെന്ന് പറയുന്നതിന് പകരം ക്രിസ്റ്റി അത് അങ്ങനെയാണ് പറഞ്ഞത്. സംസാരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല അവനെന്ന് അറിഞ്ഞതും പാത്തു പിന്നെ അധികം പറഞ്ഞു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു പോയി. ഫോൺ തിരികെ തിണ്ണയിലേക്ക് തന്നെ വെച്ചിട്ട് ക്രിസ്റ്റി തലയിരിച്ച് നോക്കി. ഏതൊക്കെയോ പക്ഷികളുടെ ചിലമ്പൽ കേട്ട് തുടങ്ങിയിരിക്കുന്നു. മറ്റൊരു പകലിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഒരു കസേരയിൽ 2 കൈകൾ കൊണ്ടും തല താങ്ങി മുഖം കുനിച്ചുകൊണ്ട് ഫൈസി അതൊന്നും തന്നെ അറിയാതെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴും കോളനിയിലേക്ക് ഇറങ്ങുന്ന ഗേറ്റിനരിൽ ചെന്നിട്ട് ഷാഹിദ് വിട്ടവരെല്ലാം അകത്തേക്ക് നോക്കി. വെളിച്ചം പടർന്നു തുടങ്ങിയിട്ടില്ല. എന്നിട്ട് അവിടെ ആ കലപില ശബ്ദം കേൾക്കുന്നുണ്ട്. ഗേറ്റിനകത്തേക്കും ടാറിട്ട ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. അതിനിരുവശവും കുഞ്ഞു കുഞ്ഞു വീടുകൾ അടുക്കി വെച്ചതുപോലെ. റോഡ് സൈഡിൽ തന്നെയുള്ള വലിയൊരു കിണറിന്റെ ചുറ്റും തന്നെയുണ്ട് അവിടെയുള്ള മിക്കവാറും ആളുകൾ. സ്ത്രീകളിൽ ചിലർ പല നിറങ്ങളിലുള്ള പ്ലാസ്റ്റിക് കുടങ്ങളിൽ വെള്ളം തലയിലും ഊരയിലും ഏറ്റിക്കൊണ്ട് പോകുന്നു. അതിനിടയിൽ കൂടി കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം തിരക്കിലാണ്. വണ്ടിയിലിരിക്കുന്ന ഷാഹിദ് അവിടെ നോട്ടം കണ്ടതും ഒന്ന് കൈവിരൽ ഉയർത്തി കാണിച്ചു. അതുകൂടി കണ്ടതോടെ അവരെല്ലാം അകത്തേക്ക് കയറി തുടങ്ങി. ഈ CM കോളേജ് പഠിക്കുന്ന ഗൗരിയുടെ വീടതാ. ക്രിസ്റ്റിയായി രംഗപ്രവേശനം ചെയ്യേണ്ട ആന്റണി ഒരു കള്ളുകുടിയന്റെ ചേഷ്ടകളോടെ ആ കിണറിനരികിൽ പോയി നിന്നിട്ട് അവരെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉറക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ശബ്ദമെല്ലാം നിലച്ചു. അതെ, ഈ CM കോളേജ് പഠിക്കുന്ന ഗൗരിയുടെ വീടേതാ? അവിടെ ആകെ ഒരു നിശബ്ദത പടർന്നു. നിങ്ങളാരാ? പ്രായം ചെന്ന ഒരാളാണ് മൗനം ഭേദിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നു. അതൊക്കെ പറഞ്ഞുതരാം. പറഞ്ഞു തന്നിട്ടേ ക്രിസ്റ്റി വിളിപ്പിടുന്നും പോവും. സ്വന്തം നെഞ്ചിൽ ഊക്കിലിടിച്ചുകൊണ്ട് ആന്റണി സ്വന്തം റോഡ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആദ്യം നിങ്ങൾ ആ തേവിടിച്ചിട്ട് വീട് പറഞ്ഞ വലിയ വീട്ടിലെ ചെക്കന്മാരെ വരവീശി പിടിക്കാനാണോ? നിങ്ങളൊക്കെ മക്കളെ കോളേജിൽ വിടുന്നത് എനിക്കൊന്നും അറിയണം.
ആന്റണി ചുറ്റും കൂടിയവരെല്ലാം പുച്ഛത്തോടെ നോക്കിയിട്ടാണ് അത് പറഞ്ഞത്. അതുവരെയും ശാന്തമായിരുന്ന അവരുടെ മുഖമെല്ലാം പെട്ടെന്ന് മാറി. ദേ സൂക്ഷിച്ച് സംസാരിക്കണം. ആദ്യ അടുത്തേക്ക് ചെന്നയാൾ തന്നെ ആന്റണിയെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു. ആന്റണിയുടെ പറച്ചിൽ അവർക്ക് ദഹിച്ചില്ലെന്ന് അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ഓ ഞാൻ പറയുന്നതാണ് കുറ്റം. വിളിക്കവളെ, എന്നിട്ട് ചോദിക്ക് എന്റെ അനിയൻ ഋഷിൻ ചെറിയാൻ അവളെ അറിയോന്ന്. ആന്റണി അവളുടെ നെഞ്ചിൽ പിടിച്ചളിക്കൊണ്ട് പറഞ്ഞു. കൊന്നേ തറവാട്ടി കയറി കൂടാൻ ആ പെണ്ണ് കണ്ടുപിടിച്ച മാർഗ ഈ ക്രിസ്റ്റിയുടെ അനിയൻ ഋഷിൻ. അവളിങ്ങോട്ട് വന്നിട്ട് പ്രേമം പറഞ്ഞ് അവൻ തട്ടി മാറ്റിയപ്പോ അവളെ പ്രേമിച്ചില്ലെങ്കിൽ കോളേജ് മൊത്തം അവനെ നാറ്റിക്കുന്ന ആ പൊന്നാരമോടെ ഭീഷണി. യാതൊരു ആവശ്യമില്ലായിട്ടും ആന്റണി അനാവശ്യമായി ഉറക്കെ അലറി വിളിച്ചുകൊണ്ടാണ് പറയുന്നൊക്കെ. ഞങ്ങളുടെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല, നിങ്ങൾക്ക് ആള് മാറിയോ? ആ കൂട്ടത്തിൽ തന്നെയുള്ള ഏതോ ഒരാൾ മുന്നോട്ട് വന്നിട്ട് ചോദിക്കുമ്പോൾ ആന്റണി അയാളെ തുറച്ചു നോക്കി. CM കോളേജിൽ BA സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഗൗരി നിങ്ങളുടെ കുട്ടി തന്നെയല്ലേ? പരിഹാസത്തോടെ ആന്റണി അയാളെ നോക്കി. കൂടി നിൽക്കുന്ന ജനക്കൂട്ടം പരസ്പരം നോക്കുന്നുണ്ടോ ആന്റണി കൂടെയുള്ളവരെ നോക്കി കണ്ണു ചിമ്മി. അല്ലേന്ന് ഉത്തരം കിട്ടാഞ്ഞതും അയാൾ ഒന്നുകൂടി ചോദിച്ചു. അതെ. അയാൾക്ക് മുന്നിൽ നിന്ന് അയാൾ ഉത്തരം കൊടുത്തു. ദേ ഇതാണ് എന്റെ അനിയൻ ഋഷിൻ, കുന്നേൽ ഋഷിൻ ചെറിയാൻ. ചോദിച്ചു നോക്കവനോട് ഞാൻ പറഞ്ഞ സത്യാണോന്ന്. ആന്റണി വെല്ലുവിളി പോലെ പറഞ്ഞു. ഏയ് ഗൗരി അങ്ങനെയൊന്നും ചെയ്യൂല. എന്നിട്ട് അവിടെ ഉത്തരം അതായിരുന്നു. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. തൊട്ടുപുറകിൽ നിൽക്കുന്നവനെ വലിച്ചിട്ട് ആന്റണി മുന്നിലേക്ക് നിർത്തി. ഇവരീ പറയുന്ന ഗൗരി എന്നല്ലേടാ നീ എന്നോട് പറഞ്ഞ ആളും? ആന്റണി അവനെ നോക്കി ഉറക്കെ ചോദിച്ചു. വാ തുറന്നോടാ, നിന്റെ ചേട്ടൻ ക്രിസ്റ്റി വിളിപ്പാ ചോദിക്കുന്നത്. ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. നീ കുന്നേ തറവാട്ടിലെ ഋഷിൻ ചെറിയാനാ, അതിന് ധൈര്യം കാണിക്കടാ. മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച പോലെ ആന്റണി അവന്റെ മുഖം നോക്കി അടിച്ചു കഴിഞ്ഞിരുന്നു. ക്രിസ്റ്റി ഫിലിപ്പ് എന്ന പേരും കുന്നേൽ ബംഗ്ലാവിൽ നിന്ന് അല്പം കനകൂട്ടി പറയാൻ ആന്റണി മറന്നില്ല. അതെ, ഇവർ പറയുന്ന ഗൗരി തന്നെയാ. ഞാനൊരു ടൈം പാസ്സായിട്ട് അവളുടെ ഇഷ്ടം സ്വീകരിച്ച്. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അവൾ എന്തിനും ഒരുക്കായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ എൻജോയ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവളെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ക്രിസ്റ്റി ഏട്ടാ. എനിക്ക് അവളിനി വേണ്ടത് ഞാൻ പറഞ്ഞിട്ടും അവളെന്നെ വിടുന്നില്ല. ആന്റണിക്ക് മുമ്പിൽ നിന്നിട്ടവൻ അവന്റെ റോളും ഭംഗിയായിട്ട് അവതരിപ്പിച്ച് തീർക്കുമ്പോൾ ആ കൂടി നിൽക്കുന്നവർക്കൊന്നും പിന്നെ പറയാനില്ലായിരുന്നു. ആഹാ ഗൗരിയെ വിളിക്ക്, അവളോടൊന്ന് ചോദിക്കണല്ലോ. കാശിന് കുറവുണ്ടെന്ന് കരുതി ഇവിടെ ആരും ഇന്നോളം ഇത്രയും തരംതാണ പ്രവൃത്തികൾ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വിടാൻ പറ്റില്ല. കൂട്ടത്തിൽ താരം വിളിച്ചു പറയുമ്പോൾ ആ ജനക്കൂട്ടം അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ആന്റണി കൂടെ വന്നവരെ കൂട്ടമായി ചിരിയോടെ നോക്കി. നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലടാ കുടുംബത്തിന്റെ മാനങ്ങളെ. പല്ലടിച്ചുകൊണ്ട് ആന്റണി ഋഷിനായി തകർത്താടിയവനെ അടിച്ചു തുടങ്ങി. അതിനിടയിൽ ആരോ ഗൗരിയെ വിളിക്കാൻ ഓടിയിരുന്നു. അവളെത്തും മുന്നേ അവനെ അവിടുന്ന് മാറ്റേണ്ട അത്യാവശ്യമാണല്ലോ. വന്നു നിൽക്കുന്നവരിൽ ഋഷിൻ ചെറിയാനില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ക്രിസ്റ്റിയെ പിന്നെ അവൾക്ക് അത്ര പരിചയം കാണില്ല. പ്ലാൻ പോലെ ആന്റണി തള്ളി ബോധം പോയവനെ കൂട്ടാളികൾ ചിലർ ആന്റണിയെ പിടിച്ചു മാറ്റി. ബാക്കിയുള്ളവർ അടിയേറ്റ് കിടക്കുന്നവനെയും താങ്ങിയെടുത്ത് വണ്ടിയിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ആന്റണി വീണ്ടും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. കോളനിക്കാർ ആരും പിന്നെ അയാളോടൊന്നും മിണ്ടുന്നില്ല. ഇനി ഗൗരി വന്നിട്ടാവും ബാക്കിയെന്നവർ കരുതിയാവാം. വിളിക്കാൻ പോയതിനു മുന്നിലായി ഓടിപ്പടഞ്ഞു വരുന്ന ഗൗരിയെ ആന്റണി പുച്ഛത്തോടെ നോക്കി. ഇട്ടിരുന്ന ചുരിദാറാകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ എന്തോ ജോലിയിലായിരുന്നിരിക്കാം. ആന്റണി അവൾക്ക് നേരെ ചെന്നു നിന്നു. നീയാണോ ഗൗരി? കടുപ്പത്തിൽ ചോദിക്കുമ്പോൾ ചുറ്റും കൂടിയവരുടെ കണ്ണുകൾ കൂടി തനിക്ക് നേരെയാണെന്ന് ഗൗരി പകപ്പോടെ മനസ്സിലാക്കി. ഉത്തരം പറയടി. അയാൾ വീണ്ടും ഒച്ചയിട്ടപ്പോൾ അതേന്നവൾ ഭയത്തോടെ തലയാട്ടി കാണിച്ചു. നീയും എന്റെ അനിയനുമായിട്ട് എന്നതാടി ഏർപ്പാട്? ആന്റണി വീണ്ടും അവളെ നോക്കി. നിങ്ങൾ ആരാ? ഗൗരിയുടെ സ്വരം വിറച്ചിരുന്നു. കുന്നേൽ ക്രിസ്റ്റി ഫിലിപ്പ്, കേട്ടിട്ടുണ്ടോ നീ? പുച്ഛത്തോടെയുള്ള ആ ചോദ്യം കേട്ടതും ഗൗരി ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി. കണ്ടിട്ടില്ലായെങ്കിലും കേട്ടിട്ടുണ്ട് കുന്നേൽ ബംഗ്ലാവിനെ കുറിച്ച്, എപ്പോഴോ ക്രിസ്റ്റി ഫിലിപ്പിനെ കുറിച്ച്. ഇപ്പൊ മനസ്സിലായോടി നിനക്കെന്റെ അനിയനെ? ആന്റണി വീണ്ടും ചോദിച്ചു. ഞാൻ വിരലുകൾ തമ്മിൽ പിണച്ചുകൊണ്ട് ഗൗരി വിക്കി. നീ അറിയോ ഗൗരിയെ, ഇയാൾ പറയുന്നവനെ? അവളുടെ അരികിൽ വന്നിട്ട് ആരവളോട് ചോദിച്ചു. ഗൗരി അയാളെ പകച്ചു നോക്കി. വാ തുറന്നു പറയടി, നീ അറിയില്ലേ എന്റെ അനിയൻ ഋഷിൻ ചെറിയാനെ? ആന്റണി വിജയിച്ചിരിയോടെ ചോദിച്ചു. എനിക്കറിയാം. തലകുനിച്ചുകൊണ്ട് ഗൗരി പറയുമ്പോൾ ആന്റണി തല ഉയർത്തി ചുറ്റും നോക്കി. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ക്രിസ്റ്റി ഫിലിപ്പ് വെറുതെ പറഞ്ഞല്ലെന്ന്? നിങ്ങൾക്കല്ലായിരുന്നു സംശയം, ഇപ്പൊ തീർന്നില്ലേ? അയാൾ വീണ്ടും അട്ടഹസിച്ചു. എന്റെ അനിയൻ പറഞ്ഞ നിങ്ങളും കേട്ടല്ലേ? അവന് കുറച്ചു കാലം കൂടടക്കം ഒരാൾ വേണമായിരുന്നു. ഇവളായിട്ട് അവനൊപ്പം കിടന്നുകൊടുത്തു. ഇനി ആദ്യം പറഞ്ഞ അവനെ പിറകെ തൂങ്ങരുത്. ഇപ്പോഴേ പറഞ്ഞേക്കാം, കാശ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എത്തിക്കാം. എന്നാലും കുന്നേ ബംഗ്ലാവിൽ കയറി പറ്റാന്ന് ഒരു മോനും വിചാരിക്കണ്ട. ഈ ക്രിസ്റ്റി ജീവനോടുള്ളപ്പോ അത് നടത്തില്ല ഞാൻ. ആന്റണി വീണ്ടും വീണ്ടും വാക്കുകൾ കൊണ്ട് അവിടെ വലിയൊരു പ്രളയം സൃഷ്ടിക്കുകയാണ്. കൂടി നിൽക്കുന്നവരെല്ലാം ഗൗരിയെ പൊതിയുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു.
ആ അവസരത്തിൽ തിരിഞ്ഞടക്കുന്ന ആന്റണിയുടെ ചുണ്ടിൽ സംതൃപ്തിയുടെ ചിരിയുണ്ടായിരുന്നു. കണ്ണു തുറന്നു മീര ആദ്യം കണ്ടത് തൊട്ടുമുന്നിലെ കസേരയിൽ ഇരുന്നുകൊണ്ട് അവളെ തന്നെ നോക്കുന്ന ഡെയ്സിയായിരുന്നു. അതാരാവുമെന്നൊരു ചോദ്യം അവളുടെ കണ്ണിലാണ് ഡെയ്സി ആദ്യം കണ്ടത്. പെട്ടെന്ന് വേറെ ഏതൊക്കെയോ ചിന്തകൾ അവളിലേക്ക് കയറി ചെല്ലുന്നു. അത്യധികം വേദന കൊണ്ട് അവളുടെ മുഖം ചുളിയുന്നു. കണ്ണുകളിൽ ഒരു പിടച്ചിൽ പാഞ്ഞു കളിക്കുന്ന ഡെയ്സി അതേ ഇരിപ്പിൽ കണ്ടിരുന്നു. ആരാ? അത് ചോദിച്ചുകൊണ്ടാണ് മീര കിടന്നിടത്ത് എഴുന്നേറ്റത്. ഡെയ്സി അവളെ അലിയോടെ നോക്കി. മുടിയെല്ലാം കെട്ടഴിഞ്ഞ് ചിതറിക്കിടക്കുന്നു. കണ്ണുകളും മുഖവും ചുവന്നു പോയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഡെയ്സി ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടു മീര വീണ്ടും ചോദിച്ചു. അമ്മ. ചെറിയൊരു മന്ദഹാസത്തോടെ ഡെയ്സി അത് പറയുമ്പോൾ മീരയുടെ കൈകൾ നെഞ്ചിൽ അമർന്നു പോയിരുന്നു. അമ്മയാണ്, ഇനി നിന്റേത് കൂടിയാണ്. ഡെയ്സി വീണ്ടും ചിരിയോടെ തന്നെ പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾ അവരെ കാണുന്നത്. അതുകൊണ്ടാണ് ഡെയ്സി പറയുന്നതിന്റെ പൊരുൾ അവൾക്കറിയാതെ പോയത്. മീര സംശയത്തോടെ തന്നെ എഴുന്നേറ്റു. ക്രിസ്റ്റിയുടെ അമ്മയാ ഞാൻ. ഡെയ്സിയും കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറയുമ്പോൾ മീരയുടെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നറിയാമെന്നല്ലാതെ അവനോട് ഒരിക്കലും അവൾ അതൊന്നും ചോദിച്ചിട്ടില്ല, അവനായിട്ട് പറഞ്ഞിട്ടുമില്ല. യാതൊരു ബന്ധവുമില്ലായിട്ടും അവൻ നിനക്ക് സഹോദരനായില്ലേ മോളെ? അപ്പം അവൻ്റെ അമ്മയായിട്ടുള്ള ഞാൻ നിനക്ക് അമ്മയല്ലേ? ചോദിച്ചുകൊണ്ട് ഡെയ്സി മീരയുടെ കവിളിൽ തൊട്ടു. നിറഞ്ഞ കണ്ണോട് അവൾ ഡെയ്സിയെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ചെല്ലേ, പോയിട്ട് നന്നായിട്ടൊന്ന് കുളിച്ചു വാ, ഇപ്പൊ തന്നെ ക്ഷീണം അങ്ങ് പോവും. ഡെയ്സി വീണ്ടും പറഞ്ഞതും മീര കണ്ണു തുടച്ചിട്ട് തലയാട്ടി കാണിച്ചു. ക്ഷീണം മനസ്സിനാണ്, അതങ്ങനെ പെട്ടെന്നൊന്നും പോവില്ലെന്നറിഞ്ഞിട്ടും അവൾ മാറിയെടുക്കാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. പുറത്താണ് കുളിമുറിയുള്ളത്. അങ്ങോട്ട് നടക്കുന്ന പലയിടത്തും അവൾ ശാരിയെ തിരഞ്ഞു. ഇല്ലെന്നറിഞ്ഞിട്ടും ആ ഓർമ്മകൾ വേദനിപ്പിക്കാതിരിക്കാൻ അവിടെ എവിടെ അവരുണ്ടെന്നും അവളെ കാണുന്നുണ്ടെന്ന് തന്നെ വിശ്വസിച്ചു. അതവൾക്ക് അല്പം ആശ്വാസം പകർന്നു കൊടുത്തിരുന്നു. രാവിലെ അവർ കഴിക്കാനുള്ളതെല്ലാം ഷീല സ്വന്തം വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. വേണ്ടെന്ന് തോന്നിയിട്ടും അവർ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കി കൊണ്ടുവന്നാണെന്ന് അറിയാവുന്നതുകൊണ്ട് ക്രിസ്റ്റിയും ഫൈസി അതിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചു. ഡെയ്സിയെ കഴിക്കാൻ വിളിച്ചപ്പോൾ മീര എഴുന്നേറ്റിട്ട് അവൾക്കൊപ്പം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി മൂടി വെച്ചിട്ട് ഷീല അവരുടേതായ ജോലികളിലേക്ക് തിരിഞ്ഞു. ഒരു ദിവസത്തെ ആചാരങ്ങൾ മാത്രമായി ഒരു മനുഷ്യജന്മം ചുരുങ്ങിപ്പോയത് എത്ര വേഗത്തിലാണ്! എത്ര പെട്ടെന്നാണ് അവരിൽ അവരുടേതായ തിരക്കുകളിലേക്ക് അലിഞ്ഞത്! ഞാനില്ലെങ്കിൽ എന്ന് ഊറ്റം കൊള്ളുന്ന ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥ സത്യത്തിൽ ഇതുതന്നെയല്ലേ? ആരില്ലെങ്കിലും ജീവിച്ചേ മതിയാവുന്ന ചില മനുഷ്യരുണ്ട്, അവസ്ഥയാണത്. മനസ്സ് മരിച്ചിട്ടും പിന്നെ മുന്നോട്ടുള്ള ജീവിതം അതത്ര എളുപ്പമല്ല. അവിടെയുള്ള ഓരോ നിമിഷവും ശ്വാസം മുട്ടിക്കുന്ന കൊണ്ട് തന്നെ മീര കഴിയുന്നതും പെട്ടെന്ന് കുളിച്ചിറങ്ങി. മുഷിഞ്ഞ ഡ്രസ്സുകളൊന്ന് കുത്തിപ്പിഴിഞ്ഞിട്ട് അത് അയിലേക്കിട്ട് അവൾ അവിടെയുള്ള മണ്ണിൻ്റെ തിണ്ണയിലേക്ക് ഇരുന്നു. കരയുന്നില്ലെങ്കിൽ അവൾക്കുള്ളിൽ അത്രയൊക്കെ പിടിച്ചമർത്തി വെച്ചിട്ടും പുറത്തേക്ക് തെറിക്കുന്ന നോവിൻ്റെ ചീളുകൾ അവളെ അങ്ങേയറ്റം തളർത്തി കളഞ്ഞിരുന്നു. മീര ഒന്നുണർന്നാൽ അവളെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതിയാണ് ക്രിസ്റ്റി അത്രയൊക്കെ പറഞ്ഞിട്ടും ഫൈസി കാത്തു നിന്നിരുന്നത്. ഇനിയൊന്ന് കണ്ടില്ലെങ്കിൽ ശ്വാസം കിട്ടാത്താൻ പിടഞ്ഞു മരിക്കുമെന്ന് പോലും അവന് തോന്നിയിരുന്നു. അകത്തിരിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഫൈസി മുറ്റത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് അവൻ ദൂരെ ഇങ്ങോട്ട് നോക്കി സ്വയം മറന്നിരിക്കുന്ന മീരയിൽ കണ്ണുകൾ ഉടക്കിയത്. അവളെ ലോകത്തൊന്നുമല്ലെന്ന് ആ ഇരിപ്പ് കണ്ടാലേ അറിയാം. അതുവരെയും ഒന്ന് കാണാനാണ് അവൻ പിടഞ്ഞിരുന്നത്. എന്നാൽ അവളെ ആ അവസ്ഥയിൽ കണ്ടതും അവനുള്ളിലെ വേദന സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. മീര! അവൾക്കരികിൽ ചെന്നിട്ട് വിളിക്കുമ്പോൾ മാത്രമാണ് അവൾ അറിഞ്ഞത്. ഫൈസിയെ കണ്ടതും നേരത്തെ ഒരു ചിരിയോടെ എഴുന്നേറ്റു. ഇവിടെ ഉണ്ടായിരുന്നോ? അടഞ്ഞുപോയ ശബ്ദത്തിൽ ചോദിച്ചു. അവളോട് എന്ത് ചോദിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എപ്പോഴാ വന്നേ? മീര വീണ്ടും ഫൈസിയെ നോക്കി ചോദിച്ചു. ഞാൻ ഇന്നലെ പോയിട്ടില്ല. ഫൈസി അവളെ നോക്കാതെയാണ് പറഞ്ഞു. അതെന്തേ? ആ ചോദ്യത്തിന് അവൻ ഉത്തരമുണ്ടെങ്കിലും ആ നിമിഷം അത് അവളോട് പറയാനാവാതെ അവൻ പിടഞ്ഞു. എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷെ മീര പെട്ടെന്ന് തന്നെ അത് തുടച്ചു കളഞ്ഞു. നെഞ്ചു വിങ്ങിയതുകൊണ്ടാണ് ഫൈസി തിരിഞ്ഞു നിന്നത്. അവനപ്പുറത്തുണ്ട്, അത് തേച്ചില്ല, വല്ലതും കഴിക്കുക. അത്രമാത്രം പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞടക്കുമ്പോൾ ഒന്നങ്ങോട്ട് പറഞ്ഞാൽ അതിന് പകരം രണ്ടെണ്ണം ഇങ്ങോട്ട് പറയുന്ന ആ കുറുമ്പുകാരിയെ ഇനി എന്ന് കാണുമെന്ന് അവൻ്റെ ഹൃദയം മുറവിളി കൂട്ടിയിരുന്നു. എന്താ പാപ്പ? ജോഗിങ് കഴിഞ്ഞു വരുന്നതിനിടെ ഹാളിലൂടെ തലങ്ങു വിലങ്ങ് നടന്നുകൊണ്ട് എന്തൊക്കെയോ പിറുവിറുക്കുന്ന വർക്കിയെ നോക്കി ഋഷിൻ ചോദിച്ചു. തള്ളോടെ പോയതാ, ചത്തു കളഞ്ഞോ? അതുവരെയുള്ള ദേഷ്യം വർക്കിയുടെ ചോദ്യത്തിൽ മുഴച്ചിരുന്നു. അത് ശരി, അത് എന്നോടാണ് ചോദിക്കുന്നത്? ഋഷിൻ അയാളെ നോക്കിയോട് ചോദിച്ചു. അമ്മ ഇന്നലെ പപ്പയുടെ കൂടെയല്ലേ കിടന്ന്, എന്നിട്ടിപ്പോ രാവിലെ വന്നിട്ട് എന്നോട് അമ്മയുടെ ഒന്ന് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? ഋഷിൻ പറഞ്ഞു കേട്ടും വർക്കി പല്ലിടിച്ചു. പപ്പയുടെ എല്ലാം നോക്കിയോ? ഋഷിൻ ചുറ്റൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. ആ, ഇവിടെ വന്ന് ആശം പിടിച്ചവളില്ല.
വർക്കി നിർത്തിവെച്ച നടത്തം തുറന്നുകൊണ്ട് പറഞ്ഞു. ഇല്ല, പിന്നെ എവിടെ പോകാനാ പപ്പ? പപ്പയോട് പറയാ പള്ളി പോലും പോകാത്ത ആളാണല്ലോ അമ്മ. പിന്നെ എവിടെ പോയി? ഹാളിൽ നിന്ന് അടുക്കളയിലേക്ക് എത്തി നോക്കിയിട്ട് ഋഷ്യം പറഞ്ഞു കേട്ടും വർക്കിയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ആയിരുന്നു, അങ്ങനെ തന്നെയായിരുന്നു ഡെയ്സി. പക്ഷേ ഇനി മുതൽ അവൾ അങ്ങനെ ആവില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. കാരണം അവൾക്കിപ്പോൾ സംരക്ഷണം കൊടുക്കാൻ കരുത്തുള്ളൊരു മകന്റെ തണലുണ്ട്. ഇനി തന്നെയോ തന്റെ ചെയ്തികളെയോ ഭയക്കേണ്ടതില്ല. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് പുലരി മുന്നേ തന്നെ ഇവിടെ അരങ്ങേറിയത്. അവൾ എവിടെ പോയെന്ന് കൂടി അറിയില്ല. ഇന്നലെ രാത്രി അവളെ കാത്തിരുന്ന് വൈകുന്നേരം നടന്നതിനുള്ള പരീക്ഷ സഹിതം കൊടുക്കാനാണ്. കളി തീരുവോളം അവളെ ഉപദ്രവിക്കുമ്പോൾ താനെന്ന ഭർത്താവിന്റെ ചെയ്തികളെ അവളും മകനും ഭയക്കുമെന്ന് കരുതി. പക്ഷേ കാത്തിരുന്ന് ഉറങ്ങിപ്പോയത് മിച്ചം. രാവിലെ എഴുന്നേറ്റപ്പോഴും അരികിൽ അവൾ ഇല്ലായിരുന്നു. ആ ഓർമ്മ വീണ്ടും വർക്കി ക്രിസ്റ്റിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടാക്കി. തിരച്ചിൽ നിർത്തി ഋഷി വന്ന് പറയുമ്പോൾ വർക്കി അവനെ തുറച്ചു നോക്കി. അത് തന്നെയല്ലടാ പോത്തെ നിന്നോട് ഞാൻ പറഞ്ഞു, അവൾ ഇവിടെയെങ്കിലും ഇല്ലാന്നുള്ളത്. അയാൾ ചീറും പോലെ പറഞ്ഞു. പെട്ടെന്നാണ് വീടിന്റെ പുറത്തൊരു ആരവം കേട്ടത്. വർക്കിയും ഋഷിനെ ഒന്ന് പരസ്പരം നോക്കി. ആളുകളുടെ കൂവിളികളും എന്തൊക്കെയോ വാഹനങ്ങളുടെ ശബ്ദവും ഇടതടവില്ലാതെ കേൾക്കുന്നുണ്ട്. വർക്കിയാണ് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അയാൾക്ക് പുറകെ ഋഷിനും. മുറ്റം നിറയെ ആളുകൾ, കുട്ടികൾ മുതൽ സ്ത്രീകൾ വരെയുണ്ട് ആ കൂട്ടത്തിൽ. ഗേറ്റിനരികിൽ വരെയും വണ്ടികൾ. രണ്ടുപേരുടെയും നെറ്റി ചുളിഞ്ഞ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.